എവരിവൺ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കുട്ടീസ് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വന്നെത്തിയിരിക്കുന്നു. ഐ ആം സാസ്കു. ഹാപ്പിയാണോ നിങ്ങൾ എല്ലാവരും? എല്ലാ കുഞ്ഞുങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? അയ്യോ, ചിലരൊക്കെ എന്തിനാ കരയുന്നത്? ഓക്കെ, അപ്പൊ ഇന്ന് കരയുവാനുള്ള സമയമല്ല. കുട്ടീസ് വേൾഡിന്റെ എപ്പിസോഡ് ഇന്ന് കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ സാഡ്നെസ് ഒക്കെ എന്താകും, ഹാപ്പിനെസ് ആയിട്ട് മാറി തീരാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് പാട്ടുകളും ആക്ഷനും കഥകളും ഒക്കെ കാണുവാൻ വേണ്ടി. അപ്പൊ നിങ്ങളെല്ലാവരും പാട്ടൊക്കെ പഠിച്ചോ? പാട്ടൊക്കെ മമ്മിയെ പാടി കേൾപ്പിച്ചോ? കഴിഞ്ഞ ആഴ്ച പഠിച്ച പാട്ടുകളൊക്കെ പാടി കേൾപ്പിച്ചായിരുന്നോ? ക്രാഫ്റ്റ് ഒക്കെ ചെയ്തായിരുന്നോ? കുറച്ച് കൂട്ടുകാരൊക്കെ ബട്ടർഫ്ലൈയുടെ ഫോട്ടോസ് ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തന്നായിരുന്നു. ഓക്കെ, എന്തായാലും നിങ്ങളെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പൊ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഞാനൊന്ന് പറഞ്ഞ് നിങ്ങളെ എന്ത് ചെയ്യും, ബോറാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പാട്ടിലേക്ക് പോവുകയാണ്. ഇന്നത്തെ സോങ് ഓഫ് വേവ്സില് നമ്മുടെ ജബേസ് അച്ചാച്ചനാണ് പാട്ടുമായിട്ടൊക്കെ വന്നിരിക്കുന്നത്. ജബേസ് അച്ചാച്ചനെ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയായിരിക്കും. VBS ഒക്കെ പഠിപ്പിക്കുന്ന അച്ചാച്ചനാണ്. പാട്ടൊക്കെ നന്നായിട്ട് പാടും. അപ്പോൾ ജബേസ് അച്ചാച്ചനെ നമുക്ക് സോങ് ഓഫ് വേവ്സ് എന്ന് പറയുന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജബേസ് അച്ചാച്ചൻ, വെൽക്കം. ഹായ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ. സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. എല്ലാ കൊച്ചു കൂട്ടുകാരും പുതിയ പാഠപുസ്തകങ്ങളും പുതിയ ക്ലാസ്സും പുതിയ കൂട്ടുകാരെയൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ നല്ല കൂട്ടുകാരായി കർത്താവ് നിങ്ങളെ മാറ്റുന്നത് ഓർത്ത ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു പാട്ട് പഠിച്ചാലോ? ഇന്ന് നമുക്ക് സൂപ്പർ ഒരു പാട്ടുണ്ട്. നമുക്കിന്നൊരു തീം കൂടെ ഉണ്ട്, മറന്നു പോകരുത്. നമ്മുടെ ഇന്നത്തെ തീം എന്താണ്? ഒരുപാട് കൊച്ചു കൂട്ടുകാർക്കറിയാം, എന്നാലും നമ്മൾ ഒരുമിച്ച് പറയാൻ വേണ്ടി പോകുകയാണ്. റെഡി, 1 2 3. നമ്മുടെ തീം മറ്റൊന്നുമല്ല, സ്നേഹം, ലവ്. യേശു കർത്താവിൻ്റെ സ്നേഹത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ അടിപൊളി ഒരു പാട്ടിലേക്ക് പോകാം. നമ്മൾ റെഡി 1 2 3 എന്ന് പറയുമ്പോൾ നമ്മുടെ പാട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? നമ്മൾ ഒരുമിച്ച് പറയുന്നു. റെഡി, 1 2 3 ഗോ. എല്ലാവരും കൈയടിക്കണേ. യെസ്, കൈയടിക്കുന്നു എല്ലാ കൊച്ചു കൂട്ടുകാരും. യെസ്, സ്നേഹിക്കും കുഞ്ഞുങ്ങൾ നാം, യേശു പാലിക്കും പൈതങ്ങൾ നാം. യേശു സ്നേഹിക്കും കുഞ്ഞുങ്ങൾ നാം, യേശു പാലിക്കും പൈതങ്ങൾ നാം. വീഴാതെ താഴാതെ താങ്ങുന്ന ദൈവം യേശു എന്നും എൻ്റെ കൂടെയുണ്ട്. വീഴാതെ താഴാതെ താങ്ങുന്ന ദൈവം യേശു എന്നും എൻ്റെ കൂടെയുണ്ട്. കൈ വീശിക്കൊണ്ട് വീട്ടിലും നാട്ടിലും സ്കൂളിലും യേശുവിൻ സ്നേഹത്തെ പകർന്നിടാം. വീട്ടിലും നാട്ടിലും സ്കൂളിലും യേശുവിൻ സ്നേഹത്തെ പകർന്നിടാം. ദേഷ്യത്തോടെ അല്ല, ശാഠ്യത്തോടെ അല്ല, സ്നേഹത്തോടെ നടക്കാം നാം. ദേഷ്യത്തോടെ അല്ല, ശാഠ്യത്തോടെ അല്ല, യേശുവിൻ സ്നേഹത്തെ ഒരിക്കൽ കൂടി. വീട്ടിലും നാട്ടിലും സ്കൂളിലും യേശുവിൻ സ്നേഹത്തെ പകർന്നിടാം. വീട്ടിലും നാട്ടിലും സ്കൂളിലും യേശുവിൻ സ്നേഹത്തെ പകർന്നിടാം. ദേഷ്യത്തോടെ അല്ല, ശാഠ്യത്തോടെ അല്ല, യേശുവിൻ സ്നേഹത്തിൽ നടക്കാം. പാട്ട് ഇഷ്ടപ്പെട്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലും നാട്ടിലും സ്കൂളിലും നമ്മൾ ആരുടെ സ്നേഹത്തെ പകരണം? യേശുവിൻ്റെ സ്നേഹത്തെ പകരണം. നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് കൂട്ടുകാരുണ്ട്, നമ്മുടെ പേരൻസ് ഉണ്ട്, നമ്മുടെ ബന്ധുമിത്രാദികളുണ്ട്, ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അവരെല്ലാവരെക്കാളും അപ്പുറമായിട്ട് പ്രാണൻ തന്ന് നമ്മളെ സ്നേഹിച്ച ആരാണ്? അത് കർത്താവായ യേശുവാണ്.
ഒരുപക്ഷെ കൂട്ടുകാർ പറയും നീ എൻ്റെ ചങ്ക് ഫ്രണ്ടാണ് കേട്ടോ, നീ എൻ്റെ ബെസ്റ്റിയാണ്, നീ എൻ്റെ സ്വന്തം കൂട്ടുകാരനാണ്, നിന്നെ ഞാൻ എൻ്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നു പറയുമ്പോഴും കർത്താവായ യേശു പറയുക, കണ്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു, അവസാനത്തുള്ളി രക്തം വരെയും നിങ്ങൾക്ക് തന്നു, എന്നെപ്പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന മറ്റാരുമില്ല. ചിലപ്പം ചില കുട്ടികൾ പറയാറുണ്ട്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന്, എന്നെ നോക്കുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്നെ ആരും അറിയുന്നില്ല, സ്കൂളിൽ പോകുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴൊക്കെ കൂട്ടുകാരോട് കളിക്കുമ്പോഴൊക്കെ എല്ലാവരും എന്നെ മാറ്റി നിർത്തുകയാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, നോ നോ നോ, ഞാൻ അങ്ങനെയുള്ള കർത്താവല്ല. ആരൊക്കെ മാറ്റി നിർത്തിയാലും, ആരും നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും, നമ്മുടെ അമ്മ പോലും ഒരുപക്ഷെ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും, നമ്മുടെ അമ്മയെക്കാളും അപ്പുറമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ പേരൻസിനേക്കാളും അപ്പുറമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന നല്ലൊരു യേശു കർത്താവുണ്ട്. അപ്പം ആ യേശുവിൻ്റെ സ്നേഹത്തെ നമുക്ക് നല്ലോണം അറിയാം. പിന്നെ വീണ്ടും നമ്മൾ പാടി, ശാഠ്യത്തോടെയല്ല, ദേഷ്യത്തോടെയല്ല, ആരുടെ സ്നേഹത്തിൽ നമ്മൾ നടക്കണം? യേശുവിൻ്റെ സ്നേഹത്തിൽ. മമ്മ ഫോൺ തരാൻ പറയുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്, ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ നമ്മളെല്ലാം അങ്ങോട്ട് പോകും, എന്ത് പറഞ്ഞാലും ഭയങ്കര ദേഷ്യമാണ്. പക്ഷേ വചനം പറയുന്നത് അങ്ങനെയാണോ? നോ നോ, നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കണം, നമ്മൾ അവരെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പേരൻസിനെ നമുക്ക് സ്നേഹിക്കാം. അതുകൊണ്ട് ദേഷ്യത്തോടെയല്ല, ശാഠ്യത്തോടെയല്ല, സ്നേഹത്തിൽ നമുക്ക് ഒരുമിച്ച് നടക്കാം. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൈയടിച്ച് പാടുന്നു. റെഡി, 1 2 3 ഗോ. എല്ലാവരും കൈയടിക്കണം, എല്ലാവരും കൈയടിക്കണം. ഇനി ആരൊക്കെ ഇവിടെ കൈയടിക്കാനുണ്ട്? എല്ലാവരും കൈയടിക്കുന്നു. യെസ്, വെരി ഗുഡ്. യേശു സ്നേഹിക്കും കുഞ്ഞുങ്ങൾ നാം, യേശു പാലിക്കും പൈതങ്ങൾ നാം. ഓ, യേശു സ്നേഹിക്കും കുഞ്ഞുങ്ങൾ നാം, യേശു പാലിക്കും പൈതങ്ങൾ നാം. താഴാതെ തളരാതെ കാക്കുന്ന ദൈവം യേശു എന്നും എൻ്റെ കൂടെയുണ്ട്. താഴാതെ തളരാതെ കാക്കുന്ന ദൈവം യേശു എന്നും എൻ്റെ കൂടെയുണ്ട്. ഓ, എല്ലാവരും ചെയ്യുന്നു. വീട്ടിലും നാട്ടിലും സ്കൂളിലും യേശുവിൻ സ്നേഹത്തെ പകർന്നിട. ഒരിക്കൽ കൂടി, വീട്ടിലും നാട്ടിലും സ്കൂളിലും യേശുവിൻ സ്നേഹത്തെ പകർന്നിടാം. ദേഷ്യത്തോടെയല്ല, ശാഠ്യത്തോടെയല്ല, യേശുവിൻ സ്നേഹത്തിൽ നടക്കാം നാം. ഒന്നുകൂടെ, ശാഠ്യത്തോടെയല്ല, ദേഷ്യത്തോടെയല്ല, യേശുവിൻ സ്നേഹത്തിൽ നടക്കാം നാം. ആക്ഷനോട് കൂടി ഒന്നുകൂടെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ, ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബൈ ബൈ. എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ജബേസ് ചാച്ചന്റെ പാട്ട് ജബേസ് ചാച്ചൻ തന്നെ എഴുതിയ പാട്ടാണെന്നാണ് എന്നോട് പറഞ്ഞത്. ജബേസ് ചാച്ചൻ പറഞ്ഞത് എന്താണ്? ആരോടും പറയരുതെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഈ പാട്ട് കേട്ടിട്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയുവാൻ ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ പാട്ട് തന്നെ ജബേസ് ചാച്ചൻ എഴുതിയതാണ്. ഹാപ്പിയോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഒക്കെ നിങ്ങൾ ഇരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് ആ പാട്ടിലൂടെ നമ്മൾ കേട്ടത്. അപ്പൊ ജബേസ് ചാച്ചന് നല്ലൊരു കൈയടി നമ്മൾ കൊടുക്കുന്നു. ഒരുപാട് വേദികളിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ അവസരം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുട്ടീസ് വേൾഡിന്റെ എല്ലാ കുഞ്ഞുങ്ങളും അച്ചാച്ചന് വേണ്ടി ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ജബേസ് ചാച്ച. ഇനിയും പാട്ടൊക്കെ ആയിട്ട് ഇനി വരണമേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്താണ്? എല്ലാവർക്കും അറിയാം, ലിവിംഗ് വേർഡ്സ്. അപ്പോൾ ലിവിംഗ് വേർഡ്സിലൂടെ ഇന്ന് ഒരു കഥ പറയാൻ വേണ്ടി നമ്മുടെ ഏഞ്ചൽ ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ ഏഞ്ചൽ ചേച്ചി എനിക്കറിയാം, ആക്ഷനൊക്കെ ചെയ്യുന്ന ചേച്ചിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ എക്സൽ VBSന്റെ മുടങ്ങാതുള്ള എല്ലാ ആക്ഷൻ സോങ്ങിലും ഏഞ്ചൽ ചേച്ചി നന്നായിട്ട് ആക്ഷനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏഞ്ചൽ ചേച്ചിയുടെ ആക്ഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് തംസപ്പ് കാണിച്ചേ. തംസപ്പ് കാണിച്ചേ.
തംസപ്പ്. എങ്ങനെയാ തംസപ്പ്? ഇങ്ങനെ 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 തംസപ്പ് ഒക്കെ ഒന്ന് കാണിച്ചേ. അപ്പോൾ ഏഞ്ചൽ ചേച്ചിയുടെ മനോഹരമായ ഒരു കഥ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അപ്പോൾ ലിവിംഗ് വേർഡ്സിലേക്ക് ഏഞ്ചൽ ചേച്ചിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും കൈയടിച്ചേ, ക്ലാപ്പ് ഹാൻഡ്സ് ടുഗദർ. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് സാമിൻ്റെയും ഡാനിയലിൻ്റെയും. ഓക്കെ, സാമും ഡാനിയലും ഒരു സ്കൂൾ സ്റ്റുഡൻസ് ആണ്. അവർ രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി സ്കൂളിലോട്ട് നടന്നു പോകുമായിരുന്നു. അപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് ഒരു അമ്മച്ചിയെ കണ്ടു. അമ്മച്ചിയാണെങ്കിൽ വയ്യാണ്ട് വലിയ വെയിറ്റ് ഉള്ള ബാഗും പിടിച്ച് സൈഡിൽ നിൽക്കുമായിരുന്നേ. അപ്പോൾ ഡാനിയൽ അത് കണ്ടു. പക്ഷെ സാം പറഞ്ഞു, വേണ്ട, സ്കൂളിൽ ബെല്ലടിക്കാൻ സമയമായി, വേഗം വാ, നമുക്ക് പോകണം, ഫസ്റ്റ് പീരീഡ് എക്സാം ഉണ്ടേ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഡാനിയൽ പറഞ്ഞു, എന്നാലും എങ്ങനെയാ, അമ്മച്ചിയെ സഹായിക്കണ്ടേ. പക്ഷെ സാം എന്ത് ചെയ്തു, ഓടി സ്കൂളിലോട്ട് പോയി. ഡാനിയൽ അമ്മച്ചിയുടെ അടുത്ത് ചെന്നിട്ട്, അമ്മച്ചി ഞാൻ ആ ബാഗ് പിടിക്കാം, ഇങ്ങിത്താ. അമ്മച്ചി എന്ത് ചെയ്തു, ബസ് സ്റ്റാൻഡിലോട്ട് കൊണ്ടുവിട്ടു. ബസ് വരുന്നിടം വരാൻ വെയിറ്റ് ചെയ്ത് ബസ്സിലോട്ട് കയറ്റി ഇരുത്തി. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഡാനി സ്കൂളിൽ പോകണം. അപ്പോൾ വേഗം ഓടി സ്കൂളിലോട്ടെത്തി. അപ്പോൾ സ്കൂളിൽ ചെന്ന ഉടനെ സാറിനെ കണ്ടു. സാറ് ചോദിച്ചു, എന്താടാ നീ ഇത്രയും ലേറ്റ് ആയത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു അമ്മച്ചിയെ കണ്ടായിരുന്നു, ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പം അവൻ വിചാരിച്ചു എന്താ വഴക്ക് കിട്ടുമെന്ന്. പക്ഷെ അവൻ വിചാരിക്കുന്നതിനപ്പുറമായിട്ട് അവനോട് പറഞ്ഞു, നീ നല്ല കാര്യമല്ലേ ചെയ്തേ, ഇങ്ങനെ വേണം പിള്ളേരായ, ഇനി ലേറ്റ് ആവല്ലെന്ന് പറഞ്ഞു. പക്ഷെ നീ ചെയ്ത ആ നല്ല ആ ഒരു കൈൻഡ്നെസ്, ആ ഒരു ഗുഡ്നെസ്സിനെ കണ്ടിട്ട് അവനെ എല്ലാ ക്ലാസ് പിള്ളേരുടെ മുമ്പിൽ വെച്ച് അവനെ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ കൊച്ചു ദയ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കൈൻഡ്നെസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മുടെ വീട്ടിലെ നെയ്ബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, അമ്മമാരുടെ അടുത്ത് നമ്മൾ കുറച്ച് ദയ ചെയ്യുന്നത്. ഈ കഥയിൽ ഡാനിയലിനെ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെ? അമ്മ തുണി എടുത്ത് വയ്ക്കാൻ പറയുമ്പോൾ അങ്ങോട്ട് എടുത്ത് വയ്ക്കുക, പാത്രം വാഷ് ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാം, ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നല്ല നല്ല നന്മ പ്രവൃത്തികൾ ചെയ്യത്തില്ലേ? അപ്പോൾ അടുത്ത സ്റ്റോറി ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ. ഏഞ്ചൽ ചേച്ചിയുടെ ലിവിംഗ് വേർഡ്സ് നമ്മൾ കേട്ടു. ഇന്നത്തെ മനോഹരമായ ഒരുപാട് ചെറിയ ചെറിയ കഥകളൊക്കെ ചേച്ചി നന്നായിട്ട് നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു. ഈ കഥകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് കഥകളൊക്കെ കേൾക്കുന്നത് നമുക്ക് എന്താണ്, സന്തോഷമായി തീരണം. അപ്പോൾ ഹാപ്പി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും ഇരിക്കണം. ഇനി നമ്മൾ ജേർണി ഓഫ് ഫെയ്ത്ത് സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ജേർണി ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന സെഗ്മെന്റിൽ മെർലി ചേച്ചിയാണ് ഇന്ന് മനോഹരമായ ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി നിങ്ങളോട് പറയാൻ പോകുന്നത്. ആരെക്കുറിച്ചാണെന്നൊന്നും എനിക്കൊന്നും അറിയത്തില്ല, നമ്മൾ കേട്ടിട്ട് വരാൻ പോവുകയാണ്. എനിക്ക് മിഷണറി സ്റ്റോറീസ് ഒക്കെ കേൾക്കുന്നതും അവരെ പോലെയൊക്കെ ആകുന്നതും ഒക്കെ ഇഷ്ടമാണ്. എൻ്റെ വീടങ്ങ് ആഫ്രിക്കയിലായിരുന്നു. പക്ഷേ ഞാൻ എന്താണ്, നിങ്ങളെ കാണുവാൻ വേണ്ടി കേരളത്തിലേക്ക് ഫ്ലൈറ്റിൽ ഇങ്ങനെ വന്നതാണ്. എങ്ങനെയാണ് ഫ്ലൈറ്റ്? അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ ഇങ്ങനെ വന്നു. നിങ്ങളുടെ കൂടെ VBSനൊക്കെ ഞങ്ങൾ ആക്ഷനും പാട്ടും ഒക്കെ കളിച്ചു, നിങ്ങളെ മീറ്റ് ചെയ്തു. എനിക്ക് തിരിച്ചിനി വീട്ടിൽ പോകാനൊന്നും ആഗ്രഹമില്ല. ചിലപ്പോഴൊന്ന് പോയിട്ടൊക്കെ വരേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നാലും ഞാൻ എന്നാൽ പോകും. പക്ഷേ ഇന്നത്തെ മിഷണറി സ്റ്റോറി നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വേറെ ആരുമല്ല, മെർലി സൂസൻ മനോജ് എന്ന് പറയുന്ന ചേച്ചിയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മിഷണറി സ്റ്റോറി പറയാൻ പോകുന്നത്. അപ്പോൾ ജേർണി ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന സെഗ്മെന്റിലേക്ക് മെർലി ചേച്ചിയെ കൈയടിയോടെ, ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ടുഗദർ, കൈയടിയോടെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. മെർലി സൂസൻ മനോജ്. ഹായ് കൂട്ടുകാരെ, എല്ലാവരും മിഷണറി സ്റ്റോറി കേൾക്കാൻ റെഡി ആയിട്ടല്ലേ വന്നേ? അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഹഡ്സൺ ടൈലർ എന്ന് പറഞ്ഞ മിഷണറിയുടെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. ഇംഗ്ലണ്ടിലെ ബേൺലി എന്ന സ്ഥലത്താണ് ഹഡ്സൺ ടൈലർ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരൻസൊക്കെ പണ്ട് തൊട്ടേ നല്ലൊരു ക്രിസ്ത്യൻ ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നല്ലൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലായിരുന്നു ഹഡ്സൺ ടൈലർ ജനിച്ചത്. അങ്ങനെ പേരൻസിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഹഡ്സനെ ഒരു മിഷണറി ആയിട്ട് പല രാജ്യങ്ങളിൽ അയക്കണമെന്നൊക്കെ പേരൻസിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ ഹഡ്സന് ഈ മിഷണറിയുമായിട്ടോ അല്ലയോ സുവിശേഷത്തിനോടോ ഒന്നും വലിയ താല്പര്യം ഇല്ലായിരുന്ന ഒരു ആളായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 17ാമത്തെ വയസ്സിൽ ഒരിക്കൽ താൻ ഒത്തിരി ബുക്കുകളൊക്കെ വായിക്കുന്ന കൂട്ടത്തില്ല. അപ്പം ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താൻ സുവിശേഷങ്ങൾ വായിക്കാനും ബൈബിളിൽ പല ബുക്കുകളൊക്കെ വായിക്കാനും ഇടയായി. അങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് താൻ യേശു ചെയ്ത കാര്യങ്ങൾ, യേശു ലോകത്തിലേക്ക് വന്ന കാര്യങ്ങളും യേശു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ
അദ്ദേഹം വായിച്ചു. ഇതൊക്കെ വായിച്ചപ്പം തൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി, യേശുപ്പച്ചൻ ഇതൊക്കെ നമുക്ക് വേണ്ടിയാണല്ലോ ചെയ്തത്, എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ യേശുപ്പച്ചൻ ഇതൊക്കെ ചെയ്തതെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ആ റൂമിൽ വെച്ച്, അവൻ്റെ റൂമിൽ വെച്ചിട്ട് തൻ്റെ 17ാമത്തെ വയസ്സിൽ യേശു കർത്താവിനെ തൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ ഹഡ്സൺ ടെയ്ലറിന് സാധിച്ചു. അങ്ങനെ ഹഡ്സൺ ടെയ്ലർ ദൈവത്തോട് പ്രാർത്ഥിച്ച് എൻ്റെ മനസ്സിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ സമയം തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മകനെ എനിക്ക് മിഷണറി ആയിട്ട് ഏതെങ്കിലും രാജ്യത്തിൽ അയക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മയോടും ദൈവം ഇടപെട്ടു. ഹഡ്സനെ ഞാൻ കണ്ടിരിക്കുന്നു, ഹഡ്സനെ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ദൈവം ഇടപെട്ടു. അങ്ങനെ അമ്മ ആ ദൈവം പറഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ഓടി ഹഡ്സൺ ഇരുന്ന റൂമിലേക്ക് ഓടി ചെല്ലുകയാണ്. ഓടി ചെന്നപ്പം ഹഡ്സനും തിരിച്ച് അതുപോലെ മമ്മിയുടെ നേരെ ഓടി വന്നിട്ട് അമ്മയെ ഞാനൊരു ക്രിസ്ത്യൻ ആയി എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് ഹഡ്സനും മമ്മിയും കൂടെ ഭയങ്കര സന്തോഷത്തിലാകുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഹഡ്സൺ ഒരു നല്ലൊരു ക്രിസ്ത്യൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഒത്തിരി രാജ്യങ്ങളെക്കുറിച്ചും ഒത്തിരി സ്ഥലങ്ങളെക്കുറിച്ച് അവിടുത്തെ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചൊക്കെ ഹഡ്സൺ വായിക്കാൻ തുടങ്ങി. അങ്ങനെ നല്ലൊരു വായനാശീലമുള്ള ആളായിരുന്നു ഹഡ്സൺ. പക്ഷേ അദ്ദേഹത്തിന് പ്രസംഗിക്കാനോ മറ്റ് ആക്ടിവിറ്റീസിനോ ഒന്നും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചൈന എന്ന് പറഞ്ഞ രാജ്യത്തെക്കുറിച്ച് അദ്ദേഹം വായിച്ചു. അവിടെ ഏകദേശം 800 മില്യൺ ആൾക്കാർ ക്രിസ്ത്യാനിറ്റി എന്താണെന്നോ യേശുവിനെ കുറിച്ച് എന്താണെന്നോ ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഹഡ്സന് ഭയങ്കര വിഷമായിപ്പോയി. ദൈവമേ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് എങ്ങനെ യേശുവിനെ കുറിച്ച് പറയാൻ സാധിക്കും എന്നൊക്കെ അദ്ദേഹം വിചാരിച്ചു. അങ്ങനെ ഹഡ്സന് ഭയങ്കര ആഗ്രഹമായി, എങ്ങനെയല്ലേ എനിക്ക് ആ രാജ്യത്തെത്തണമെന്ന്. അങ്ങനെ യേശുവിനോട് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനം യേശുപ്പച്ചൻ ഒരു ദിവസം അവനോട് ഇടപെട്ടു, ഹഡ്സൻ നീ ചൈനയിലേക്ക് എൻ്റെ നാമം എടുത്തു സുവിശേഷം പറയാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ സുവിശേഷം പറയാൻ വേണ്ടി ഹഡ്സൺ ആഗ്രഹിച്ചു. ഇതെല്ലാം അവിടെ ചർച്ചിലുള്ള മെമ്പേഴ്സിനോടും തൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പം നിനക്ക് എങ്ങനെ സാധിക്കും, നീ ആകെ ക്ലൈമറ്റ് ഒന്നും നിനക്ക് പറ്റത്തില്ലല്ലോ, ക്ലൈമറ്റ് ചേഞ്ചസ് ഒന്നും നിനക്ക് പറ്റത്തില്ലല്ലോ, അങ്ങനെ നിന്നെ കൊണ്ട് അവിടെ പോയി സർവൈവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവർ അവനെ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ എന്നിട്ടും ഈ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഹഡ്സൺ ചൈനയിലേക്ക് പോകാൻ തന്നെ ആഗ്രഹിച്ചു. അങ്ങനെ തന്നെ ഹഡ്സൺ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. തനിക്ക് കിട്ടുന്ന സേവിങ്സ് ഒക്കെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കും ഫാമിലീസിനും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ തനിക്ക് കിട്ടുന്ന കാശൊന്നും താൻ സേവ് ചെയ്യാതെ ബാക്കിയുള്ളവർക്ക് കൊടുത്തു. തന്നിൽ തന്നെ ദൈവത്തിനുള്ള വിശ്വാസം വളർത്തിയെടുക്കുമായിരുന്നു. അങ്ങനെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തന്നോളും, എൻ്റെ സേവിങ്സ് കൊണ്ടല്ല, ദൈവം തരുന്നത് കൊണ്ടാണ് എനിക്ക് ദൈവത്തിലേക്ക് അടുക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ ഹഡ്സൺ വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെ തനിക്കൊരു ഡിഗ്രി ഒന്നും ഇല്ലാത്തത് കൊണ്ട് താൻ മെഡിസിൻ പഠിക്കാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ മെഡിസിനൊക്കെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ താൻ സ്ലംസിലും മറ്റ് പാടി ഫീൽഡ്സിലൊക്കെ പോയി വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വർക്ക് ചെയ്ത് താൻ എപ്പോഴും തന്നെ ട്രെയിൻ ചെയ്യുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും എനിക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി കിട്ടുവാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരിക്കൽ തൻ്റെ 21ാമത്തെ വയസ്സിൽ തനിക്ക് ചൈനയിലേക്ക് ഷിപ്പിൽ യാത്ര ചെയ്ത് എത്തുവാൻ സാധിച്ചു. ഏകദേശം 5.5 മാസത്തോളം എടുത്തു ആ യാത്ര. അങ്ങനെ ചൈനയിൽ അദ്ദേഹം എത്തുകയും അവിടെ ചെന്നിട്ട് ആദ്യം താനൊരു ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആളാണ്ട് ഒരു ഇംഗ്ലീഷ് മാൻ്റെ ഒരു കോസ്റ്റ്യൂമിലായിരുന്നു താൻ അവിടെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പം അവിടെയുള്ള ചൈനയിലുള്ള കുഞ്ഞുങ്ങൾ അദ്ദേഹത്തെ ഫോറിൻ ഡെവിൾ എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പം കുഞ്ഞുങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വരുമോ, അവിടെ ഉള്ളവരാരും അദ്ദേഹം പറയുന്ന ശ്രദ്ധിക്കുകയോ ഒന്നും അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് ചൈനീസ് ഫ്രണ്ട്സ് അവനോട് പറഞ്ഞു, നീ ഞങ്ങളുടെ കൂട്ട് ഡ്രസ്സ് ധരിക്കുക, ഞങ്ങളുടെ കൾച്ചറിൽ ആയി വാ, അങ്ങനാണെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാരെ നിന്നെ ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ചൈനീസ് ഡ്രസ്സുകളും ചൈനീസ് ആൾക്കാർ ഒരുങ്ങി നടക്കുന്ന പോലൊക്കെ അവൻ തന്നെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ചൈനീസ് വേഷത്തിലൊക്കെ ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങുവാൻ സാധിച്ചു. അങ്ങനെ ഇറങ്ങിച്ചെന്ന് അവിടെ യേശുവിനെ കുറിച്ച് പറയുകയും മറ്റ് ജോലികളൊക്കെ ചെയ്തുകൊണ്ട് ആൾക്കാരെ ഈ മുറിവേറ്റ് കിടക്കുന്ന വയ്യാത്ത ആൾക്കാരെയൊക്കെ സഹായിക്കാനും ഒക്കെ ചെന്ന് അവിടെ യേശുവിനെ കുറിച്ച് പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒത്തിരി നാള് ചൈനയിൽ ഒത്തിരി പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പം കൂടുതലും അവിടെ വരുന്ന മിഷണറീസൊക്കെ തീരപ്രദേശങ്ങളിലും
ഒക്കെ ആയിരുന്നു മിഷണറി പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇത് കണ്ടപ്പോൾ ഹഡ്സന് തോന്നി എനിക്ക് ഉൾപ്രദേശത്തിലോട്ട് പോയി വർക്ക് ചെയ്യണം. അവിടെ എങ്ങും ആരും ഇതുവരെ യേശു എന്താണെന്നോ ക്രിസ്ത്യാനിറ്റി എന്താണോ ഒന്നും അവിടെ അറിയുവാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഹഡ്സന്റെ മനസ്സിൽ ഒരു മിഷൻ ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെ താൻ ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് ചൈന ഇൻലൻഡ് മിഷൻ എന്ന് പറഞ്ഞൊരു മിഷൻ പ്രവർത്തനം അവിടെ ആരംഭിച്ചു. ആ മിഷൻ പ്രവർത്തനത്തിൽ ആർക്കും അവിടെ സാലറി കൊടുക്കുകയോ അല്ലെങ്കിൽ ആർക്കും അവിടെ കടം വാങ്ങിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ ഹഡ്സൺ തൻ്റെ മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. ജോലി ചെയ്യുന്ന ആൾക്കാരെയും അല്ലാത്തവരെയൊക്കെ അതിനകത്ത് കൂട്ടി കൂടുതലും യൂത്ത്സിനെ ആയിരുന്നു അദ്ദേഹം ആ മിഷൻ ഫീൽഡിലോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ആ മിഷൻ ഫീൽഡിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം ഇവരെയൊക്കെ ചൈനയിലെ ഓരോ പ്രദേശത്തിലോട്ട് അദ്ദേഹത്തെ ആൾക്കാരെയൊക്കെ പറഞ്ഞയക്കാൻ തുടങ്ങി. അങ്ങനെ ചൈനയിലേക്ക് ഒത്തിരി മിഷണറിമാരെ അയക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ ഏകദേശം 800 ചൈനയിൽ അകത്തുള്ള 800 സ്ഥലങ്ങളിലോളം മിഷണറിമാരെ അയക്കുവാൻ ദൈവം ഹഡ്സനെ സഹായിച്ചു. അങ്ങനെ ഹഡ്സൺ ഒത്തിരി നാള് ചൈനയുടെ പ്രദേശങ്ങളിലൊക്കെ പോയി മിഷൻ പ്രവർത്തനം നടത്താൻ ദൈവം അദ്ദേഹത്തെ സഹായിച്ചു. ഏകദേശം 80,000 ചൈനീസ് ആൾക്കാരെ അദ്ദേഹത്തിന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരാനും യേശുവിനെ കുറിച്ച് പറയുവാനും ഒക്കെ ഹഡ്സന് സാധിച്ചു. അങ്ങനെ ഹഡ്സൺ പിന്നീട് മരിയ എന്ന ഒരു മിഷണറിയെ തന്നെ അദ്ദേഹം വിവാഹം ചെയ്യുകയും അദ്ദേഹത്തിന് അവിടെ 8 കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ ആ 8 കുഞ്ഞുങ്ങളിലും 5 പേര് ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. പക്ഷെ ഇതിലൊന്നും തളരാതെ ഹഡ്സൺ തൻ്റെ സുവിശേഷ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തൻ്റെ മരിയയുടെ 33-ാമത്തെ വയസ്സിൽ ഒരു അസുഖം വന്നിട്ട് മരിയ മരിച്ചുപോയി. അങ്ങനെ ആ വിഷമത്തിലൊക്കെ ആയിരുന്നപ്പോൾ ഹഡ്സൺ ഒത്തിരി വിഷമിച്ച് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരുന്നു. അങ്ങനെ ഹഡ്സൺ പിന്നെ മിഷൻ ഫീൽഡിലൊന്നും പോവാതായി. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഹഡ്സൺ ഒത്തിരി വിഷമിച്ചു. പക്ഷെ അവിടെയും ദൈവത്തോടായിരുന്നു ഇതെല്ലാം അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ദൈവത്തോട് പറയുമ്പോൾ ദൈവം അവനെ ഒത്തിരി ശക്തീകരിക്കുകയും ഒത്തിരി അവനെ സഹായിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഹഡ്സൺ പിന്നെയും താൻ ചെയ്തുകൊണ്ടിരുന്ന മിഷൻ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കാൻ തുടങ്ങി. അനേകം മിഷണറിമാരെ ചൈനയിലേക്കും മറ്റ് പുറം രാജ്യങ്ങളിലേക്കും ഒക്കെ അയക്കുവാനിടയായി. അങ്ങനെ ഹഡ്സൺ ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്ത് ചൈനയിലും മറ്റ് ഒത്തിരി രാജ്യങ്ങളിൽ അതിന് ഈ ചൈന ഇൻലൻഡ് മിഷൻ പ്രവർത്തനം അല്ലാതെ തന്നെ ഒത്തിരി മിഷൻ പ്രവർത്തനത്തിൽ കൂടെ അദ്ദേഹത്തിന് ഒത്തിരി ആൾക്കാരെ യേശുവിലേക്ക് കൊണ്ടുവരാനും യേശു എന്താണെന്ന് പറയുവാനും ഒക്കെ സാധിച്ചു. അങ്ങനെ അദ്ദേഹം 1905 താൻ ചൈനയിലോട്ട് അവസാനമായിട്ട് വരികയാണ്. അവസാനമായിട്ട് വന്ന് തൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെല്ലാം എങ്ങനെ പോകുന്നു എന്നും മിഷണറിമാരെയൊക്കെ പോയി കണ്ടും അവരോട് അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി വീണ്ടും സുവിശേഷമൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാരെ അദ്ദേഹം പിന്നെയും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ജനുവരി 3-ാം തീയതി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെ നല്ലൊരു ക്രിസ്ത്യൻ ലൈഫ് മുമ്പോട്ട് നയിക്കാൻ ഹഡ്സൺ ടൈലറിന് സാധിച്ചു. അപ്പം ഈ ഹഡ്സൺ ടൈലറിന്റെ സ്റ്റോറി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഒരിക്കലും നമ്മുടെ സ്റ്റഡീസോ അല്ലെ ഒരു ഡിഗ്രിയോ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല നമ്മളെ യേശുവിലേക്ക് അടുപ്പിക്കുന്നത്. അല്ലെ യേശു പറയുന്ന കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ജീവിതം എന്ത് ചെയ്യണം? യേശുവപ്പച്ചന് വേണ്ടി സമർപ്പിക്കണം. അപ്പം നമ്മുടെ ജീവിതം യേശുവപ്പച്ചന് വേണ്ടി സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ യേശുവപ്പച്ചൻ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യുവാൻ റെഡിയാവും. അങ്ങനെ യേശുവപ്പച്ചനോട് കൂടുതൽ സംസാരിപ്പാനും യേശുവപ്പച്ചനോട് നമ്മൾ അടുത്തത് എന്ത് സ്റ്റെപ്പ് ചെയ്യണമെന്ന് ചോദിക്കുവാനും ഒക്കെ നമ്മൾ തയ്യാറാവണം. അപ്പം എല്ലാവർക്കും ഈ മിഷണറി സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു മിഷണറി സ്റ്റോറി ആയിട്ട് വരുന്നിടം വരെ ബൈ. എങ്ങനെ ഉണ്ടായിരുന്നു ഇൻസ്പിറേഷൻ സ്റ്റോറി? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? എനിക്ക് വളരെ സങ്കടം തോന്നി. കർത്താവിന്റെ നാമത്തിന് വേണ്ടി സ്വന്തം ജീവൻ കളഞ്ഞിട്ടാണ് കർത്താവിന്റെ നാമത്തെ അവർ ഉയർത്തുവാൻ വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കഥകളൊക്കെ കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്തുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കഥകൾ കുട്ടീസ് വേൾഡിന്റെ എപ്പിസോഡിൽ ഞങ്ങൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും മെർലി ചേച്ചി നല്ലൊരു കഥയുമായിട്ട് നല്ലൊരു ഇൻസ്പിറേഷൻ സ്റ്റോറിയുമായിട്ടും ഒരുപാട് പ്രോഗ്രാംസും ആയിട്ട് ചേച്ചി വരും. ചേച്ചി ആക്ഷനൊക്കെ ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിമാരെ ഇനിയും നമുക്ക് കാണാം. അങ്ങനെ ഏഞ്ചൽ ചേച്ചിയും മെർലി ചേച്ചിയും ഒക്കെ മനോഹരമായ പ്രോഗ്രാം ഒക്കെ ചെയ്തു. അവരുടെ
പെർഫോമൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ? ഓക്കെ, ഇനിയും ഒരു ചേച്ചിയും കൂടെ വരാൻ പോവുകയാണ്. ക്രാഫ്റ്റിംഗ് ലവ് എന്ന് പറയുന്ന സെഗ്മെന്റിലേക്ക് വരികയാണ്. വേറെ ആരുമല്ല, ഈ ആക്ഷൻ ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ചേച്ചി തന്നെയാണ്, ക്രിസ്റ്റ ചേച്ചി. അപ്പോൾ ക്രാഫ്റ്റിംഗ് ലവ് എന്ന് പറയുന്ന സെഗ്മെന്റിലേക്ക് മനോഹരമായ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെൽക്കം ചെയ്യുന്നു ക്രിസ്റ്റ ബി ജോസഫ് ഓൺ ദി സ്റ്റേജ്. ഹായ് കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു ക്രാഫ്റ്റിലേക്ക് പോവുകയാണ്. അതിനായിട്ട് ഒരു പേപ്പർ കപ്പ്, ഒരു കത്രിക, പിന്നെ ഒരു കുറച്ച് സ്കെച്ച്, പശ, പിന്നെ ഒരു ഗ്രീൻ കളർ പേപ്പർ. അപ്പം നമുക്ക് ക്രാഫ്റ്റിലോട്ട് പോകാം. ആദ്യം തന്നെ കപ്പ് എടുക്കുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഹാഫിൽ ഒരു ഇച്ചിരി വര വരച്ചിട്ടുണ്ട്, ഒരു ലൈൻ കെട്ടാൻ വേണ്ടി. അത്രയും നമുക്ക് വേണ്ട, അപ്പം അത്രയും കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, ഒത്തിരി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു പൂവിൻ്റെ ഇതളാണ് ചെയ്യുന്നത്, അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും അത് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മളൊരു പേപ്പർ എടുക്കുക. ഒരു പേപ്പറിൻ്റെ ഹാഫ് മതി. നമ്മൾ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടിയർ ചെയ്ത് ഈ ഒരു പേപ്പർ നമ്മളൊരു ഫ്ലവറിൻ്റെ സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണേ. അപ്പം നമുക്കൊരു ഇല വേണം. അപ്പം ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ അങ്ങ് എടുക്കുവാണ്. എന്നിട്ട് നമ്മൾ ഈ നിൽക്കുന്ന പൂവേലി ഈ കമ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. യെസ്. അപ്പം നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, നമുക്കൊരു പൂവിൻ്റെ ഒരു ഇതള കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഇല ചെറുതായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൂവിനൊരു കണ്ണും ഒരു ചിരിയും, ഒരു ചെറിയ എന്നിട്ട് ഇതിൻ്റെ നമ്മൾ പെറ്റൽസ് ഇച്ചിരി കളറ് ഒരു വെറൈറ്റി ആയിട്ട് കളർ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ഓൾറെഡി കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ഐഡിയയിൽ നിങ്ങൾ തന്നെ കളർ ചെയ്യണം. ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ തന്നെ കളർ ചെയ്യണം. അപ്പം ഞാനിവിടെ ഓൾറെഡി ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഐഡിയ വെച്ച് നിങ്ങൾ ചെയ്യണം. അപ്പം നിങ്ങളിത് വീട്ടിൽ ചെന്ന് ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ. എങ്ങനെയുണ്ടായിരുന്നു ക്രാഫ്റ്റ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എല്ലാ കുഞ്ഞുങ്ങളും എന്താണ് ക്രാഫ്റ്റ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നു. ട്രൈ ചെയ്യുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി, ഇതൊക്കെ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു? ഒന്ന് ട്രൈ ചെയ്തത് ഞാൻ കണ്ടു. ദൈവം കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ പേരൻസിനോട് പറയുക, എനിക്ക് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്ക് അതിനുവേണ്ടിയുള്ള എല്ലാ ഐറ്റംസ് ഒക്കെ ഒന്ന് വാങ്ങിത്തരുകയാണെങ്കിൽ ഞാൻ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാം. മമ്മി പപ്പായോടൊക്കെ ഒന്ന് പറ കൂട്ടുകാരെ. പപ്പ ഇപ്പം തന്നെ ഒന്ന് പറഞ്ഞേ, പപ്പ 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 മമ്മി 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 എനിക്ക് വാങ്ങിത്തരുമോ? ഈ ചേച്ചി ചെയ്യുന്നത് പോലെ എനിക്ക് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് മമ്മി. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്ത ക്രിസ്റ്റ ചേച്ചിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ക്രിസ്റ്റ ചേച്ചി, ഗോഡ് ബ്ലെസ് യു. നല്ലൊരു കൈഡി കൊടുത്തേ. ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. യെസ്. അപ്പൊ ഇന്നത്തെ കുട്ടി സ്റ്റാറിൽ നമ്മൾ പോവുകയാണ്. വേറെ ആരുമല്ല, ഇന്നൊരു മനോഹരമായ ഒരു കുട്ടി സ്റ്റാർ നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ ആരോൺ മോൻ എന്ന് വന്നിട്ടുണ്ട്. ആരോൺ മോൻ എന്തൊക്കെയോ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ സസ്പെൻസ് പൊളിക്കുന്നില്ല. അപ്പോൾ ആരോൺ മോനെ ഇന്നത്തെ കുട്ടി സ്റ്റാറിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ടുഡേസ് കുട്ടി സ്റ്റാർ ഈസ് ആരോൺ എസ് ഓൺ ദി സ്റ്റേജ്.
കൊയ്ത്തിനു പാകമായി ഉണർന്നെഴുന്നേൽക്കാൻ നേരമായി ഉണരുണരാൻ നേരമായി ഉണർന്നെഴുന്നേൽക്കാൻ നേരമായി ദേശം കൊയ്ത്തിനു പാകമായി ഉണർന്നെഴുന്നേൽക്കാൻ നേരമായി ഉണരുക 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 നമുക്കുണർന്നു ശക്തിയായി നിന്നിടാം നീതിക്കു നിർമ്മതരായിടാം ഉണരാം ഉണർന്നിടാം ഉണരുക 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 നമുക്കുണർന്നു ശക്തിയായി നിന്നിടാം നീതിക്കു നിർമ്മതരായിടാം ഉണരാം ഉണർന്നിടാം. ദൈവത്തെ നാം അറിയുവാൻ നല്ല മനസ്സോടായിടാം ശക്തിയായി പോരാടിടാം പാപത്തെ വെറുത്തിടാം ദൈവത്തെ നാം അറിയുവാൻ നല്ല മനസ്സോടായിടാം ശക്തിയായി പോരാടിടാം പാപത്തെ വെറുത്തിടാം ഉണരുക 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 നമുക്കുണർന്നു ശക്തിയായി നിന്നിടാം നീതിക്കു നിർമ്മതരായിടാം ഉണരാം ഉണർന്നിടാം ഉണരുക 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 നമുക്കുണർന്നു ശക്തിയായി നിന്നിടാം നീതിക്കു നിർമ്മതരായിടാം ഉണരാം ഉണർന്നിടാം. ദൈവത്തെ നാം അറിയുവാൻ നല്ല മനസ്സോടായിടാം ശക്തിയായി പോരാടിടാം പാപത്തെ വെറുത്തിടാം ദൈവത്തെ നാം അറിയുവാൻ നല്ല മനസ്സോടായിടാം ശക്തിയായി പോരാടിടാം പാപത്തെ വെറുത്തിടാം ഉണരുക 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 നമുക്കുണർന്നു ശക്തിയായി നിന്നിടാം നീതിക്കു നിർമ്മതരായിടാം ഉണരാം ഉണർന്നിടാം ഉണരുക 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 നമുക്കുണർന്നു ശക്തിയായി നിന്നിടാം നീതിക്കു നിർമ്മതരായിടാം ഉണരാം ഉണർന്നിടാം ഉണരുക 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 നമുക്കുണർന്നു ശക്തിയായി നിന്നിടാം നീതിക്കു നിർമ്മതരായിടാം ഉണരാം ഉണർന്നിടാം. എങ്ങനെയുണ്ടായിരുന്നു ആരോൺ മോന്റെ പെർഫോമൻസ്? ഇഷ്ടപ്പെട്ടോ? ഉണരുണരാൻ നേരമായി ഉണർന്നെഴുന്നേൽക്കാൻ നേരമായി. XLVBSന്റെ ഒരു മനോഹരമായ ഒരു പാട്ടാണ് ഇപ്പോൾ നമ്മൾ ആരോണിലൂടെ നമ്മൾ കേട്ടത്. പാട്ട് പാടുക മാത്രമല്ല, ആരോൺ നന്നായിട്ട് കീബോർഡ് വായിച്ചു. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കഴിവുണ്ടോ കൂട്ടുകാരെ? കീബോർഡ് വായിക്കുവാനും പാട്ട് പാടുവാനും ആക്ഷൻ ചെയ്യുവാനും ക്രാഫ്റ്റ് ചെയ്യുവാനും കഥകൾ പറയുവാനും ഒക്കെ കഴിവുണ്ടോ? നിങ്ങളുടെ കഴിവുകൾ ഞങ്ങൾക്ക് വേണ്ടി, എന്താണ്, കുട്ടീസ് വേൾഡിന്റെ എപ്പിസോഡ് കാണുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കഴിവുകൾ ഞങ്ങൾ അവരെ കാണിക്കുവാൻ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കഴിവുകളും പാട്ടുകളും ആക്ഷനും ഒക്കെ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ കുട്ടീസ് വേൾഡ് ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ മറക്കരുത്,
പാട്ട് പാടുവാനോ ആക്ഷൻ ചെയ്യുവാനോ ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ഒന്ന് വിളിക്കുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾക്കതൊരു അനുഗ്രഹമാകും, ഞങ്ങൾക്കും അതൊരു അനുഗ്രഹമാകും, കുട്ടീസ് വേൾഡിന്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും അതൊരു ബ്ലെസ്സിങ്സ് ആകും. സോ മറക്കാതെ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യണമേ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ കുട്ടി സ്റ്റാറിന്റെ പ്രോഗ്രാം ഒക്കെ കണ്ടു. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. എല്ലാ ആഴ്ചയിലും ഞാൻ കരഞ്ഞോണ്ടാണ് വീട്ടിൽ പോകുന്നത്. എന്റെ പപ്പായും മമ്മിയും എന്നോട് ചോദിക്കാറുണ്ട്, നീ എന്തിനാ സാസ്കു കരയുന്നത്, നീ എന്തിനാ സാസ്കു കരയുന്നത്? ഞാനപ്പം പറയും, മമ്മി ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതൊന്നും ഒരിക്കലും തീരല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ കൂട്ടുകാരുടെ ഫേസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒക്കെ വിഷമമുണ്ട്. ആരും കരയണ്ട കേട്ടോ, ആരും കരയണ്ട. അടുത്ത എപ്പിസോഡിൽ വളരെ വെറൈറ്റി പ്രോഗ്രാംസുമായിട്ടൊക്കെ ഞങ്ങൾ വരും. അപ്പോൾ അത് കാണുന്നത് വരെ stay tuned and stay safe. Bye bye. God bless you all.